എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 62 ശ്ലോകം 20, 21, 22, 23, 24, 25, 26, 27, 28 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഉഷ സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി ഉണർന്ന് കരയാണ്. എവിടെ അങ്ങ് എവിടെ ചോദിച്ചിട്ട് അപ്പൊ ചിത്രലേഖ ചോദിച്ചു, എന്താ നീ ഇങ്ങനെ കരയണേ? നിന്റെ ഭർത്താവ് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നീ ആരെ വിളിച്ചിട്ടാ ഇങ്ങനെ കരയണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെ സുന്ദരനായിട്ടുള്ള ഒരു യുവാവായിട്ട് രമിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോ പെട്ടെന്ന് കാണാനില്ലാതായപ്പോ ഞാൻ കരഞ്ഞതാണ് എന്ന് പറഞ്ഞു ഉഷ. ആരെയാണ് നീ സ്വപ്നം കണ്ടത് എന്ന് ചോദിച്ചപ്പോ അത് മനസ്സിലാവണില്ലല്ലോ ചിത്രലേഖ. അപ്പൊ പറഞ്ഞു ചിത്രലേഖ യോഗസിദ്ധിയുള്ളവളാ. ഈ 3 ലോകങ്ങളിലെ ഏതെങ്കിലും ഒരു ലോകത്തിലുള്ളവനാണ് ആ യുവാവ് എങ്കിൽ ആ പുരുഷനെ ഞാൻ കൊണ്ടുവന്ന് നിന്റെ ദുഃഖം ഞാൻ മാറ്റിത്തരാം, നിന്റെ അടുത്ത് ഞാൻ കൊണ്ടുവരാം എന്ന് പറയണം. എന്നിട്ട് ചിത്രലേഖ ചിത്രം വരച്ചു കൊടുക്കണം. നന്നായിട്ട് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്, എല്ലാ കഴിവുകളും ഉണ്ട്. അത് മാത്രല്ല ഇഷ്ടസിദ്ധികളും ഉണ്ട്. യോഗവിദ്യ അതും ദേവന്മാര്, ഗന്ധർവന്മാര്, സിദ്ധചാരണ വന്നക ദൈത്യന്മാര് എല്ലാവരെയും, പിന്നെ അവരൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ മനുഷ്യരെയും ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചിത്രലേഖ ഉഷയ്ക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. മനുജേഷു സാ വൃഷ്ണീൻ ശൂരം ആനകദുന്ദുഭിം വ്യലിഖത് രാമകൃഷ്ണൗ ച പ്രദ്യുമ്നം വീക്ഷ്യ ലജ്ജിത. മനുഷ്യലോകത്തിലുള്ള പല യോഗ്യന്മാരെയും വരച്ചു കാട്ടിയ കൂട്ടത്തില് ആ വൃഷ്ണികളിൽ ഉൾപ്പെട്ട ശൂരസേന മഹാരാജാവ്, പിന്നെ അദ്ദേഹത്തിന്റെ പുത്രനായ വാസുദേവരുടെ പുത്രന്മാരായ ബലരാമനെയും ശ്രീകൃഷ്ണന്മാരെയും ഒക്കെ വരച്ചു. അങ്ങനെ ശ്രീകൃഷ്ണന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നനെ കണ്ടപ്പോ ഒരു ഛായ. അപ്പൊ ഉഷയ്ക്ക് കുറച്ച് ലജ്ജയുണ്ടായി. അനിരുദ്ധം വിലിഖിതം വീക്ഷ്യോഷാ അവാങ്മുഖീഹ്രിയ സോസാവാസാവിധി പ്രാഹ സ്മയമാന മഹീപതേ. അങ്ങനെ പ്രദ്യുമ്നനെ വരച്ചപ്പോ ലജ്ജ തോന്നിയപ്പോ പ്രദ്യുമ്നന്റെ മകനായിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള അനിരുദ്ധനെ വരച്ചു. അത് കണ്ട ഉടനെ അധികം ലജ്ജ ആയിട്ട് തല താഴ്ത്തി നിന്നു ഉഷ. ഇത് തന്നെയാ, ഇദ്ദേഹം തന്നെയാ എന്നെ മോഹിപ്പിച്ച ആ കാന്തൻ എന്ന് പുഞ്ചിരിയോടെ ചിത്രലേഖയോട് പറഞ്ഞു. ചിത്രലേഖാത്തം ആജ്ഞായ പൗത്രം കൃഷ്ണസ്യ യോഗിനി യയൗ വിഹായ സാ രാജൻ ദ്വാരകാം കൃഷ്ണപാലിതാം. ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, ചിത്രലേഖയ്ക്ക് മനസ്സിലായി ഇത് ശ്രീകൃഷ്ണന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധനാണ്. അങ്ങനെ യോഗശക്തി കൊണ്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു ചിത്രലേഖ. അങ്ങനെ കൃഷ്ണപാലിതാം ദ്വാരകാം, ശ്രീകൃഷ്ണൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ദ്വാരകയിലേക്ക് ആകാശ മാർഗത്തിൽ കൂടി അങ്ങോട്ട് പോയി. ആകാശഗമന അഷ്ടസിദ്ധികളിൽ ഒന്നാണ്. അപ്പൊ യോഗം ശീലിച്ചവർക്ക് എല്ലാ സിദ്ധികളും സ്വാധീനങ്ങളാണ്. അതുകൊണ്ട് ആ മനുഷ്യ സ്ത്രീ ആയിട്ടുള്ള ചിത്രലേഖ ആകാശത്തു കൂടെ സഞ്ചരിച്ചു അനിരുദ്ധന്റെ കൊട്ടാരത്തിലേക്ക് എത്തി, ആരും അറിയാതെ. തത്ര സുപ്തം സുപര്യങ്കേ പ്രാദ്യുമ്നിം യോഗമാസ്ഥിത ഗൃഹീത്വാ ശോണിതപുരം സഖ്യേ പ്രിയമദർശയൽ. ആ ദ്വാരകയിലെ രാജധാനിയിലെ മനോഹരങ്ങളായ തൽപ്പത്തില് സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുക അനിരുദ്ധൻ. അങ്ങനെ ആ ഉറങ്ങുന്ന അനിരുദ്ധനെ യോഗസിദ്ധി കൊണ്ട് അങ്ങോട്ട് എടുത്ത് വേഗം തിരിച്ച് ഇവിടെ വന്നു ബാണപുരിയില് ആ ഉഷയുടെ അന്തപുരത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ തന്റെ പ്രിയ സഖിയായ ഉഷയ്ക്ക് അവളുടെ പ്രേമഭാജനമായ കാന്തനെ കൊണ്ടുകൊടുത്തു ചിത്രലേഖ. സാചതം സുന്ദരവരം വിലോക്യ മുദിതാനന സുഷ്പ്രേക്ഷ്യേ സ്വഗൃഹേ പുംഭി
രമേ പ്രാപ്ത്യും നിനാസമം. അതിസുന്ദരനായിട്ടുള്ള അനിരുദ്ധനെ കണ്ടപ്പോ ഉഷയുടെ മുഖകമലം അങ്ങോട്ട് സന്തോഷം കൊണ്ട് വികസിച്ചു. ആ പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തന്റെ അന്തപുരത്തില് അനിരുദ്ധനോട് കൂടി ചേർന്ന് പിന്നതാ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഉഷ എന്നുള്ള രാജകുമാരി. പരാർത്ഥ്യവാസസ്രഗന്ധധൂപദീപാസനാദിഭി പാനഭോജന ഭക്ഷ്യശ്ച വാക്യേ ശുശ്രൂഷയാർച്ചിത. മൃദുവായ പട്ടുവസ്ത്രം ധരിക്കാൻ കൊടുത്തു അനിരുദ്ധന്. എടുത്തു കൊണ്ടുവന്നതല്ലേ, വസ്ത്രമൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെയോ വിശേഷ പൂക്കൾ കൊണ്ട് കെട്ടിയ മാലകളൊക്കെ ചാർത്തി കൊടുത്തു. അതിസുഗന്ധമുള്ള കുറിക്കൂട്ട് ദേഹത്തില് പൂശിക്കൊടുത്തു. ശയനമുറിയില് അഗരു മുതലായിട്ടുള്ള ധൂപങ്ങളൊക്കെ പുകച്ചു. ഭദ്രദീപം കൊളുത്തി. അങ്ങനെ ഇഷ്ടപ്പെട്ട പാനം, ഭോജനം, ഭക്ഷ്യം ഇതൊക്കെ സമയോചിതം സമർപ്പിച്ച് നല്ല ഹൃദ്യങ്ങളായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് പ്രേമപൂർവം കടാക്ഷിച്ചും അങ്ങനെ ആനന്ദിപ്പിച്ചും എല്ലാ തരത്തിലുള്ള ആ ശുശ്രൂഷകൾ ചെയ്തും സന്തോഷപൂർവം അല്ലെ, പ്രേമപൂർവ്വം അത്രയും ഇഷ്ടപ്പെട്ട വരനാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഉഷ അനിരുദ്ധനെ എങ്ങനെ ആരാധിച്ചു. രണ്ടുപേരും സുഖമായിട്ട് നല്ല രസമായിട്ട്, അനിരുദ്ധനും അതെ ദ്വാരകയൊക്കെ മറന്ന് അവിടെ ആ ഉഷയിലെങ്ങനെ ലയിച്ച് അവിടെ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങി. ഗൂഢകന്യാപുരേ ശശ്വത് പ്രവൃദ്ധ സ്നേഹയാ തയാ നാഹർഗണാൻ സബുബുധേ ഉഷയാ അപഹൃതേന്ദ്രിയ. ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ അവരുടെ സ്നേഹം വർദ്ധിച്ചു വന്നു. അങ്ങനെ ആ ഉഷയുടെ അന്തഃപുരത്തിൽ വെച്ച് രഹസ്യമായിട്ടാണ് താമസിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരാൾക്കും കാണാൻ പറ്റില്ല. ആ ഉഷയിൽ അങ്ങോട്ട് ഇത്രയും അനുരക്തനായി അനിരുദ്ധൻ. വേറെ ഒരു ചിന്തയില്ല, അവിടുന്ന് പോണെന്നുള്ള വിചാരമൊന്നും ഇല്ലാതെ ദിവസങ്ങൾ പോയത് അങ്ങോട്ട് അറിഞ്ഞേയില്ല എന്ന് പറയുന്നത് അനിരുദ്ധൻ. നിമിഷ നേരം എന്ന പോലെ അനേക ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഉഷയാ അപഹൃതേന്ദ്രിയ, പ്രിയയാൽ അപഹൃത ചിത്തനായി എന്ന് പറയുന്നത്. താം തഥായതുവീരേണ ഭുജ്യമാനാം ഹതവ്രതാം ഹേതുഭിർലക്ഷയാം ചക്രു ആപ്രീതാം ദുരവച്ഛദേഹി. യദുശ്രേഷ്ഠനായിട്ടുള്ള അനിരുദ്ധൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഊഷയില് രതിസുഖാനുഭവം നിമിത്തം കാണാവുന്ന ആ സംതൃപ്തി, അവരിങ്ങനെ രണ്ടുപേരും രതിസുഖം ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പൊ മറ്റു ചില ലക്ഷണങ്ങളും ഊഷയിൽ ഇങ്ങനെ കാണാൻ തുടങ്ങി എന്നാ പറയണത്. അപ്പൊ അന്തഃപുരത്തില് കാവൽക്കാരായ ഭടന്മാര് ഈ ഉഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മാറ്റം അങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുക. അവിടെ ആ പുരുഷന്മാരെ ആരെയും കാണാനുമില്ല. പക്ഷെ ഒരു പുരുഷന്റെ സ്പർശം ഈ രാജകുമാരിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അവരിതാ രാജാവിനോട്, ബാണനോട് ചെന്ന് പറയാണ്. ഭടാ ആവേദയാൻ ചക്രു രാജംസ്തേ ദുഹി ദുർവയം വിചേഷ്ടിതം ലക്ഷയാമ കന്യായ കുലദൂഷണം. ഭടന്മാര് ചെന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജൻ, അങ്ങയുടെ കുമാരി കുലത്തിന് കളങ്കം തട്ടാൻ തക്ക വിധം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. എന്തൊക്കെയോ ലക്ഷണങ്ങൾ കാണാനുണ്ട് എന്ന്. രാജകുമാരിയുടെ അന്തഃപുരത്തിൽ ഒരു പുരുഷൻ ഉണ്ടെന്നുള്ളത് അവർക്കൊരു സംശയം തോന്നിയിട്ട് അത് അവര് ബാണാസുരനോട് ചെന്നിട്ട് പറയുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.